ഏപ്രിൽ 20 ഈസ്റ്ററിൻ്റെ 3-ാം ആഴ്ചയിലെ ശനിയാഴ്ച. യോഹന്നാൻ 6:60 മുതൽ 69 വരെ വാക്യങ്ങൾ. ടെക്സസിൽ ഭയങ്കര വരണ്ട വേനൽക്കാലമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ പാസ്റ്റർ തൻ്റെ സഭയിലുള്ള അംഗങ്ങളെ അവരുടെ ചെറിയ പള്ളിയിൽ ഒത്തുകൂടാനും മഴയ്ക്കായി പ്രാർത്ഥിക്കാനും ക്ഷണിച്ചു. എല്ലാവരും വന്നു. അവർ 1 മണിക്കൂർ പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് തൻ്റെ അജഗണങ്ങളെ സംശയത്തോടെ നോക്കി അവിശ്വസനീയതയോടെ തൻ്റെ വലിയ കണ്ണുകൾ ഉരുട്ടി അവരുടെ നേരെ ഉറക്കെ അട്ടഹസിച്ചു. നിങ്ങളുടെ വിശ്വാസമില്ലായ്മ ഒരു അപവാദമാണ്. മഴ പെയ്യിക്കണമെന്ന് കർത്താവിനോട് അപേക്ഷിക്കാൻ നമ്മൾ ഇവിടെ ഒത്തുകൂടി. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരു കുട കൊണ്ടുവരാൻ നിങ്ങളിൽ ഒരാൾ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. നിങ്ങളുടെ വിശ്വാസം അത്രയേ ഉള്ളൂ. പല സുവിശേഷ ഭാഗങ്ങളിലും യേശുവിനെ അനുഗമിക്കുന്ന ജനക്കൂട്ടത്തെക്കുറിച്ച് നാം വായിച്ച് കേൾക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യങ്ങളിൽ ജീവൻ്റെ അപ്പം എന്നതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കൽ അസഹനീയവും അസ്വീകാര്യവുമാണെന്ന് കണ്ടെത്തിയതിനാൽ പലരും അവനെ വിട്ടുപോയതായി നാം വായിക്കുന്നു. മാത്രമല്ല അവരിൽ ചിലർ അവൻ്റെ മരണത്തിന് ഗൂഢാലോചന നടത്തുകയും ചെയ്തു. ആളുകൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. രക്ഷയുടെ സന്ദേശം മനസ്സിലാക്കാനും സ്വീകരിക്കാനും നമുക്ക് വിശ്വാസം ആവശ്യമാണ്. ദൈവത്തിന് നന്ദി പറയാം. പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും യേശുവിനോടൊപ്പം നിന്നതിന്. അവരുടെ യജമാനൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അവർക്ക് ധാരണ അത്രയ്ക്ക് ഇല്ലായിരുന്നെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചതുകൊണ്ട് അവർ വിട്ടുപോയില്ല. തീർച്ചയായും യേശുവിൻ്റെ അനേകം പഠനങ്ങൾ സ്വീകരിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ചും അവ നമ്മുടെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളെയൊക്കെ ബാധിക്കുന്നതാണെങ്കിൽ. തങ്ങളുടെ ലൗകിക പ്രവർത്തനങ്ങളിൽ യേശു ഇടപെടുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. തൽഫലമായി ചില ആളുകൾ പാർട്ട് ടൈം വിശ്വാസികളായോ അല്ലെങ്കിൽ മുഴുവൻ സമയ അവിശ്വാസികളോ ആയി തീരുന്നു. നിത്യജീവൻ്റെ വാക്കുകൾ യേശുവിലുണ്ട്. നമുക്ക് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ യാതൊരു കണ്ടീഷനുമില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ശ്രവിക്കാം. എന്നിരുന്നാലും പിതാവ് നമ്മെ നയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവൻ്റെ അടുക്കൽ പോകാൻ കഴിയില്ല. വിശ്വാസവും വിവേകവും ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. അപ്പോൾ സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവ് നമുക്ക് സ്വാഗതാർഹവും വിശ്വസ്തമായ ഒരു ഹൃദയം നൽകണമെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശു രാജാവായി വാഴണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.